പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവന്തികയാണെങ്കിൽ അനിയടുത്ത് കൂടുതലും അടുപ്പം കാണിക്കാനൊക്കെ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അവന്തിക ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ അനി ഇങ്ങനെ ബാൽക്കണി നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ചായയൊക്കെ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടാ ഇത് ഞാനിട്ട ചായ കുടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനി ആ ചായയൊക്കെ കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിനകത്ത് ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊരു ബൂസ്റ്റർ ചായ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ നമ്മൾ അവന്തിക ഉണ്ടാക്കിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, ഇവിടെ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നു, പിന്നെ ആരും ഇല്ലല്ലോ സംസാരിക്കാനും വയ്ക്കാനും ഒക്കെ ആരും ഇല്ല. അപ്പം നയനേട്ടത്തിയാണെങ്കിലും ആദർശേട്ടനാണെങ്കിലും ഇപ്പോൾ അവരും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അത് അനിയേട്ടൻ കമ്പനി പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട്, അപ്പം നിനക്ക് അങ്ങോട്ട് വരാമല്ലോ, അതിപ്പോൾ നിൻ്റെയും കൂടെ സ്ഥാപനം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ആ സമയത്ത് പറയുന്നുണ്ട്, ശരി എന്നാൽ ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് ഇടിച്ച് കയറി വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നത്, ഇടിച്ചൊന്നും കയറി വരണ്ട, അല്ലാതെ നോർമലായിട്ട് തന്നെ നീ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക അടുത്താണെങ്കിൽ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ അനി ചോദിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ MD കസേരയിലൊക്കെ ഇരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനി പറയുന്നത്, അല്ല നീ MBA ഒക്കെ പഠിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, MBA പഠിച്ചെങ്കിലും MD കസേരയിൽ ഇരിക്കണമെന്നൊക്കെ അവന്തിക ഇങ്ങനെ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അനിയേട്ടൻ എന്താ ഇങ്ങനെ ആരുമായിട്ടൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ റൂമുമായിട്ട് മാത്രമാണല്ലോ അനിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ അടുത്ത് പോലും ഒരു മിണ്ടാനോ എടുക്കാനോ ഒന്നും അനിയേട്ടൻ വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, എന്ത് സന്തോഷമായിരുന്നു എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനിയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണെന്നൊക്കെ അനിയും അവന്തികയുടെ പറയുന്നത്. അവന്തിക ആണെങ്കിൽ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു കോലോ അനിയേട്ട ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ, അനിയേട്ടാണെങ്കിൽ കുറച്ച് മോഡലിങ്ങിനൊക്കെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പ്രായം 40 കഴിഞ്ഞവരെയൊക്കെ കണക്കാണല്ലോ ഇപ്പോഴത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അനിയേട്ടൻ വീണ്ടും പഴയതുപോലെ ആ ഒരു നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അനിയേട്ടനാണെങ്കിൽ 5 വയസ്സ് കുറഞ്ഞതുപോലെയൊക്കെ തോന്നുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്കിപ്പം എന്തോ കുഴപ്പം, എൻ്റെ ഡ്രസ്സിങ്ങിനും കാര്യങ്ങളിലും ഒന്നും കുഴപ്പമില്ലല്ലോ, എനിക്ക് ഹാപ്പിയാണെന്നൊക്കെ അനി പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ വേഷത്തിലാണെങ്കിലും എൻ്റെ പെരുമാറ്റത്തിലൊന്നും എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല, ഞാൻ അതിനകത്തൊക്കെ ഹാപ്പിയാണെന്നൊക്കെ അനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടന് കുഴപ്പമൊന്നും കാണത്തില്ല, എനിക്ക് പക്ഷേ അത് കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അനിയേട്ടൻ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കളിച്ച് വളർന്ന സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ അനിയേട്ടൻ്റെ അടുത്ത് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ, പക്ഷേ ഇപ്പോഴും ആ ഇഷ്ടം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടെന്നൊക്കെ നമ്മൾ അവന്തിക പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അനി പറയുമ്പം, അത് അനിയേട്ട ഞാനാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നല്ലോ അനിയേട്ടൻ്റെ കല്യാണമൊക്കെ നടന്നത്, പക്ഷേ അതെനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അംഗീകരിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അനി ചോദിക്കുന്നത്, നീ എന്താ അവന്തിക നീ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്നൊക്കെ അനി വീണ്ടും നമ്മൾ അവന്തിക അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടാ എനിക്കാണെങ്കിൽ നവീനേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങളെല്ലാവരും നവീനേട്ടനുമായിട്ടുള്ള കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്തൊരു വാക്ക് പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നിൻ്റെ മനസ്സിലാണെങ്കിൽ ഒരാൾക്ക് എനിക്കൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അനി ചോദിക്കുന്നുണ്ട്, അത് ആരാ നിനക്ക് ഇഷ്ടമുള്ളത്, നീ അത് തുറന്ന് പറ, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനൊക്കെ പറയുമ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് അനിയേട്ടനൊക്കെ ഉള്ള ഒരാളാണ് ഇഷ്ടം, അനിയേട്ടൻ്റെ കണക്കുള്ള സ്വഭാവമുള്ള ഒരാളെയാണ് എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട്, മോളെ നീ എന്താ പറയുന്നത്, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് ഏറ്റവും യോജിക്കുന്ന ഒരാളെ തന്നെയാണ് മുത്തശ്ശൻ നിനക്ക് കണ്ടെത്തി തന്നത്, എന്തായാലും നവീന കണക്ക് ഉള്ള ഒരാളെ ഇനി എന്തായാലും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് അവന്തികയുടെ. അതുമല്ല നിൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ അനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ വന്നാൽ തന്നെ അത് മുടങ്ങി പോകാനേ ചാൻസ് ഉള്ളെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മോളാണെങ്കിൽ വേറെ ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊന്നും മനസ്സിൽ കയറ്റി വെക്കരുത്, ഞാനാണെങ്കിൽ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, എൻ്റെ ഒരു അനിയത്തി കണക്ക് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക പറയുന്നുണ്ടോ, ഇനി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും, എന്തായാലും അനിയേട്ടനെ ഞാൻ എന്നിലേക്ക് തന്നെ ഞാൻ കൊണ്ടെത്തിക്കും എന്നൊക്കെ അവന്തിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അനി പറയുന്നുണ്ട്, എന്തായാലും മോൾ എൻ്റെ ഒരു കുഞ്ഞ് അനിയത്തിയാണ്, ഞാൻ നിൻ്റെ ഏട്ടനുമാണ്, അങ്ങനെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ള മോളും അങ്ങനെ കാണാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു മറുടനെ ഞാൻ എങ്ങനെ വളച്ചെടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ അവന്തിക ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അവന്തിക ചിന്തിക്കുന്നുണ്ട്, ചുമ്മാ അല്ല അനാമിക ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല അനിയുടെ മനസ്സിലാണെങ്കിൽ ആ നന്ദുവായിട്ടുള്ളൊരു ഇഷ്ടവും ഒക്കെ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഞാനൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനിയേട്ടനാണെങ്കിൽ മനസ്സ് മാറാതെയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അവന്തിക ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.